വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ഹൽവൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഇത് ഗോതമ്പ് പൊടി ചപ്പാത്തി മാവിനെക്കാട്ടിലും ഇത്തിരിയും കൂടെ ലൂസിലൊന്ന് കുഴച്ചിട്ടേ അതിൻ്റെ ഒപ്പം വെള്ളം പാർന്നിട്ട് ഒരു മണിക്കൂറാണ്ട് മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഒരു 3-4 വട്ടം അരിച്ചെടുക്കുക. അരിച്ചെടുക്കൽ മസ്റ്റാണ് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് പോയി കിട്ടണം. എന്നിട്ടത് ഊറാൻ വെക്കുക 2 മണിക്കൂർ കേട്ടോ. അതിനുശേഷം അതിന് വന്ന വെള്ളമില്ലേ അതങ്ങട് ഊറ്റിക്കളയുക. എന്തിനാല്ലേ? എന്നാൽ പിന്നെ അത് പാരാതിരുന്നാൽ പോരെ? ഞാനും ചിന്തിച്ചേ. പക്ഷെ ശരിയാവുണ്ടാവില്ലേക്കാരം. അതായിരിക്കും. അതിനുശേഷം അതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞതേ ഇത് ഹെൽത്തിയാണെന്നേ. പിന്നെ ശർക്കര അത് പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ അല്ലേ? അപ്പം നല്ല കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ അത് കാണാൻ അവസാനം ലുക്ക് ഉണ്ടാവുക. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല. സാധാ ശർക്കരയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കോൺഫ്ലോർ പൊടി ഇല്ലേ, ആ അത് ഇത്തിരി തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം നമ്മൾ ചേർത്തതേ ശർക്കര ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കായ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ നെയ്യിൽ വറുത്തെടുത്ത് തേങ്ങാക്കൊത്തും നട്ട്സും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് ഇളക്കാൻ തുടങ്ങാം. പിന്നെ ഫ്ലെയിം ഓൺ ചെയ്താണ്ടല്ലോ, പിന്നെ ഒരു മീഡിയത്തിൽ മാത്രം ഇട്ടിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇല്ലേ പണി പാളും. കാര്യം ഗോതമ്പ് പൊടിയും കോൺഫ്ലോറും ആണേ പെട്ടെന്ന് അവിടെ അടി പിടിക്കും. നല്ലോണം ഇളക്കിയെടുക്കുക. അതാ കണ്ടോ, ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ചധികം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. പക്ഷെ ഞാനിവിടെ നെയ്യ് ഊറ്റുകയാണ്. കണ്ടോ, ഊറ്റുകയാണേ. ദാരിദ്ര്യം അല്ലാതെ എന്താ അല്ലേ. പിന്നെതാ അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഈ പരുവം കണ്ടോ, ഇതും പോരാ, ഇനിയും ഇളക്കണം. അങ്ങനെ ഇളക്കി ഇളക്കി ഒരു പരുവാവും കേട്ടോ. കുറച്ചധികം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒഴിഞ്ഞിട്ട് വേണം കേട്ടോ അത് നമ്മൾ നിൽക്കാൻ. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ ഇത് നമുക്കൊരു പണി തരും. അങ്ങനെ ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. അതായത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ കടന്നങ്ങനെ കറങ്ങും എല്ലാം കൂടെ. അങ്ങനെ അവസാനം ഒരു ട്രേയിൽ അത്യാവശ്യം നെയ്യോ ബട്ടറോ സംതിങ് ലൈക്ക് ദാറ്റ്. ഇംഗ്ലീഷൊക്കെ പറയാൻ പഠിച്ചിരിക്കുന്നു. ആ അങ്ങനെതാ അങ്ങനെ അങ്ങോട്ട് വിട്ടു പോരും കേട്ടോ. പിന്നെ ആ പാത്രത്തിലുണ്ടല്ലോ ഒരംശം പോലും കാണൂല. ആ പിന്നെ ഡെക്കറേഷൻ ആ പിന്നെ ഡെക്കറേഷൻ അത് പിന്നെ നിർബന്ധമാണല്ലോ. പിന്നെ പാണ്ടിലൂരിൻ്റെ മാതിരി ഇങ്ങോട്ട് ഡെക്കറേഷൻ ചെയ്യണ്ട കേട്ടോ. സിമ്പിളാക്കിയിട്ട് ചെയ്താൽ മതി. അവസാനം സിമ്പിളാണെന്നൊക്കെ പറഞ്ഞാൽ അവസാനം നമ്മൾ എത്തുന്നത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയിരുന്നോളി. പിന്നെ അണ്ടിപ്പരിപ്പ് അത് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുത്തതാണ്. ഉമ്മ കണ്ടിട്ടില്ല കേട്ടോ ഈ പരിപാടി ഒന്നും. കണ്ടിക്കണേ ആ കുപ്പി കൊടുക്കാൻ തന്നെ നമ്മളെ അങ്ങോട്ട് തൊടുവൊക്കെ എറിഞ്ഞിനു. അവസാനം കുറച്ച് വെള്ളമുള്ളു. ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ വേഗം സെറ്റാവും.